നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാക്കൊക്കെ കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി അതൊന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ടാണ്. പറഞ്ഞ രീതിയിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കുറച്ച് സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുറച്ച് പേർക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാമല്ലോ. ഞാൻ ഈ കമൻസിൽ എഴുതുന്ന അതിന് മറുപടി ഞാൻ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കമൻസ് എല്ലാവരും വായിക്കണം എന്നില്ലല്ലോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി ഒരു അറിവായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാം കമൻസ് ഞാൻ വായിക്കുന്നുണ്ട്. വളരെ സന്തോഷം കേട്ടോ. എനിക്ക് വളരെ സന്തോഷമുണ്ട് കമൻസൊക്കെ. അപ്പോൾ അതെല്ലാം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ ഈ സ്പീഡിൽ പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കുറച്ച് നാൾ ഈ ടീച്ചിങ് ഫീൽഡിലൊക്കെ ഉള്ള കാരണം പറഞ്ഞു ധരിപ്പിക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ. പറയുമ്പോൾ അത് സ്പീഡിലാവുമ്പോൾ കേൾക്കുന്നവർക്ക് ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ചിലവർ പതുക്കെ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളല്ലോ. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ ചോദ്യത്തിൽ ഡെയിലി തല കഴുകാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ചോദ്യം ഡെയിലി കഴുകാം കേട്ടോ. ഒരു കുഴപ്പമില്ല. മുടി അത്രയും നല്ലതാണ് കേട്ടോ. ഞാൻ ചില സമയം നിങ്ങളെ ഈ പാക്ക് ഇട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം എനിക്ക് ചിലപ്പോൾ മുടി വാഷ് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുടി എത്ര ദിവസം വാഷ് ചെയ്താലും എങ്ങനെ വാഷ് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഡെയിലി മുടി വാഷ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ ഈ 2 പാക്കൊക്കെ കാണിക്കേണ്ടി വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ കൂടാതെ ഞാൻ പറഞ്ഞല്ലോ, കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കാൻ പോകുമ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും പല വാലായ്മകൾ ഉണ്ടെങ്കിൽ കുളിച്ചീറിനോടുകൂടി പോയിട്ടാണ് സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്നത്. അപ്പോഴും മുടി നനയ്ക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ മുടി ഡെയിലി നനച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് അനുഭവമാണ് കേട്ടോ. പിന്നെ കാച്ചിയ എണ്ണയിൽ നമ്മുടെ മുളപ്പിച്ച ഉലുവ അത് ഇട്ടിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ട് തേക്കാമെന്നാണ് ചോദിച്ചത് കേട്ടോ. മുളപ്പിച്ച ഉലുവ കാച്ചിയ എണ്ണയിലിട്ടിട്ട് നമുക്ക് പിറ്റേ ദിവസം മുതൽ ഉപയോഗിക്കാം കേട്ടോ. അത് അവിടെ കിടന്നോട്ടെ. അത് അവിടെ ഇരുന്നിരുന്ന് അതിൻ്റെ എണ്ണ മുഴുവനും വലിച്ചെടുത്തോളും. അത് നമ്മൾ ഊറ്റിക്കളയണ്ട കേട്ടോ. അത് അവിടെ ഇരുന്നോട്ടെ കേട്ടോ. നിങ്ങൾക്ക് അതിൽ നിന്ന് അരിച്ച് കുറേശ്ശെ ഇങ്ങനെ ഊറ്റി എടുത്ത് തേച്ചാൽ മതി കേട്ടോ. ഉലുവ വെള്ളം രാത്രിയിൽ തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ജെല്ല് പോലെ എടുക്കാം. ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നമുക്ക് അല്പം വെള്ളം എടുത്തിട്ട് നമുക്ക് ആ ജെല്ല് നമ്മൾ സാധാരണ ജെല്ല് പരട്ടുന്ന പോലെ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അത് ഈ നീർപ്പിടുത്തമൊന്നും ഇല്ലാത്തവർക്ക് കേട്ടോ, തലയിൽ തേച്ചാൽ കോൾഡ് പ്രശ്നം അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഈവനിങ് ടൈമിൽ ഈ ജെല്ല് പോലെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഉലുവ കുതിർത്തി വെള്ളം എടുത്തിട്ട്, അപ്പോൾ ഒരുപാട് വെള്ളം എടുക്കണ്ട കേട്ടോ. അല്പം വെള്ളത്തിൽ കുതിർത്തി വെക്കുക. എന്നിട്ട് ആ വെള്ളം നമ്മൾ തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഉണങ്ങിയിട്ട് കിടന്നുറങ്ങാം. പിറ്റേ ദിവസം വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പം അത് ഈ തേക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. കോൾഡൊന്നും പ്രശ്നമില്ലാത്തവർക്കാണ് കേട്ടോ അങ്ങനെ ചെയ്യേണ്ടത്. പിഗ്മെൻറ്റേഷനെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചു. ഈ പിഗ്മെൻറ്റേഷൻ പലതരത്തിലുണ്ട് കേട്ടോ. ഉദാഹരണമായിട്ട് സ്കിൻ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഹെയർ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഐ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഏതാണോ ഉദ്ദേശിച്ചതെന്ന് പറയണം കേട്ടോ. നമ്മൾ വീടുകളിലുള്ള നീലമരി ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചു കേട്ടോ. പക്ഷെ വീടുകളിലുള്ള നീലമരി നമ്മൾ അതിൻ്റെ ഇല ഉപയോഗിക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. കാരണം നമ്മൾ ഈ പൗഡറായിട്ട് വരുന്നത് ഒരുപാട് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ പൊടിയായിട്ട് കിട്ടുന്നത് കേട്ടോ. ഇത് ശരിക്കും ട്രഡീഷണലായിട്ട് നമ്മൾ അതിനെ ഉണ്ടാക്കുമ്പോൾ ഇത് കുതിർത്തി അതിൻ്റെ ലീഫ് എടുത്തിട്ട്, നീലാമ്പരിയുടെ ലീഫ് എടുത്തിട്ട് കുതിർത്തി വയ്ക്കും. 24 മണിക്കൂർ അങ്ങനെ ഫെർമെൻറ്റേഷൻ വേണ്ടി വയ്ക്കും. പിറ്റേ ദിവസം അത് ഞെരടി പിഴിഞ്ഞ് എടുക്കും. ആ ലിക്വിഡ്, അതിൽ നിന്നുള്ള ലിക്വിഡ് ഒരു കോട്ടൺ തുണിയിലൊക്കെ വെച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും 24 മണിക്കൂർ ഇതിനെ കുതിർത്താൻ വയ്ക്കും, പുളിപ്പിക്കാൻ വയ്ക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലീഫിൻ്റെ സെൽസിലുള്ള കെമിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ പോകാനായിട്ടാണ് കേട്ടോ. അത് ലീഫിൽ നിന്ന് വേറിട്ട് പോകണം. നാച്ചുറൽ എൻസൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 24 മണിക്കൂർ വീണ്ടും കഴിഞ്ഞിട്ട് നമ്മൾ ആ ലിക്വിഡ് എടുത്തിട്ട് അത് പിന്നെയും നമ്മൾ അതിനെ
പേസ്റ്റ് രൂപത്തിലാക്കി ഉണക്കാൻ വയ്ക്കും. അത് ഈ ഉണക്കുന്നത് വെയിലത്തല്ല കേട്ടോ, സൂര്യപ്രകാശം കിട്ടാത്തടുത്ത് എയറിൽ നമ്മൾ ചൂടില്ല, അതായത് സൂര്യപ്രകാശം നേരിട്ട് കിട്ടാത്തടുത്ത് വെച്ചിട്ടാണ് ഇത് ഉണക്കിയെടുക്കുന്നത്. ഉണക്കി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വീണ്ടും ഗ്രൈൻഡ് ചെയ്യും, പിന്നെ അതിനെ അരിച്ചെടുക്കും. അങ്ങനെ പല പല പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ നീലാമരി കിട്ടുന്നത്, പൊടി ഇൻഡിഗോ പൗഡർ കിട്ടുന്നത്. ഇത് നമ്മൾ കുതിർത്താൻ വെക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ നീല കളറാവും പിറ്റേ ദിവസം നോക്കുമ്പോൾ. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് ഇതിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ചെടിയിൽ ഉള്ള ലീഫ് നമുക്ക് എടുത്ത് നമ്മൾ അരച്ചാൽ നമുക്ക് അതിൻ്റെ വേണ്ട റിസൾട്ട് കിട്ടില്ല. പൊടി തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഉപ്പൂറ്റി വേദനയുടെ കാര്യം പറഞ്ഞു. ഈ ഉപ്പൂറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ബോൺസ്, ലിഗ്മെന്റ്സ് അല്ലേ, അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ളതാണ്. ചെറിയ ചെറിയ നാര് പോലെയുള്ള ദശനാരെന്ന് പറയും, അതെല്ലാം കൂടിയിട്ടുള്ളതാണ് ഈ ഉപ്പൂറ്റി. അപ്പം ഈ ഉപ്പൂറ്റി വേദന എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലാവാം. ഷുഗർ ഉണ്ടെങ്കിൽ ഉപ്പൂറ്റി വേദന വരാം, ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ഉപ്പൂറ്റി വേദന വരാം. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൂറ്റി വേദന വരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. രാത്രി കിടക്കുന്നതിന് മുമ്പ് കല്ലുപ്പ് എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് കാല് രണ്ടും ഇറക്കി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ആ ചെറു ചൂടുവെള്ളത്തിൽ, നമുക്ക് സഹിക്കാവുന്ന ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ട് ചൂടുവെള്ളത്തിൽ ഇറക്കി വയ്ക്കും കേട്ടോ. അങ്ങനെ ഒരു 3-4 ദിവസം നോക്കും. അത് കഴിഞ്ഞിട്ട് ഡേ ടൈമിൽ നമ്മൾ ഈ തേങ്ങ പൊതിച്ച മടലുണ്ടല്ലോ, ഉണങ്ങാത്ത ഏകദേശം പച്ചയോട് കൂടിയിരിക്കുന്ന മടൽ, അതിൽ നമ്മൾ മുറിവെണ്ണയോ ഏതെങ്കിലും എണ്ണ നമ്മൾ അതിൽ ആ മടലിൽ പരട്ടിയിട്ട് ചെറുതാക്കി ഒന്ന് ചൂടാക്കിയിട്ട് ഈ കാലതൊന്ന് അമർത്തി വയ്ക്കുക. അങ്ങനെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടിക എടുത്ത് ഒന്ന് ചൂടാക്കി, ചൂടുകല്ല് എന്ന് പറയില്ലേ, അതിൽ ഈ ചൂടോടുകൂടി പതുക്കെ സഹിക്കാവുന്ന ചൂടിൽ നമ്മൾ കാല് ഉപ്പൂറ്റി വെക്കാം. ഇങ്ങനെ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ ഉപ്പൂറ്റി വേദന മാറും. അപ്പോൾ ആദ്യം നമ്മൾ അതെന്താണ് പ്രശ്നം എന്ന് അറിയേണ്ടത് നല്ലതാണ് കേട്ടോ, ഉപ്പൂറ്റി വേദന. അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവാം. ഈ ബോഡി വെയിറ്റ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഉപ്പൂറ്റി വേദന ഉണ്ടാകും കേട്ടോ. അപ്പോൾ ആദ്യം എന്താണെന്ന് റീസൺ ഒന്ന് കണ്ടുപിടിക്കാം കേട്ടോ. പലതരത്തിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞു, പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഉപ്പൂറ്റി വേദന ഉണ്ടാകും. അപ്പോൾ ഇത് മാറുമെന്ന് നോക്കൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാം കേട്ടോ. പിന്നെ ബീട്രൂട്ടും അയൺ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ. നല്ല ചോദ്യമാണ് കേട്ടോ. അത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാനും സാധിക്കും. അതായത് ഈ ബീട്രൂട്ടിലുള്ള വിറ്റാമിൻ സി അല്ലേ, ഈ നമ്മൾ അയൺ വെസലിൽ വെക്കുമ്പോൾ, അയൺ പാത്രത്തിൽ വെക്കുമ്പോൾ, ഇരുമ്പ് പാത്രത്തിൽ വെക്കുമ്പോൾ അത് ഇരുമ്പുമായിട്ട് കൂടിച്ചേരും. അപ്പോൾ കൂടിച്ചേരുമ്പോൾ ഈ ഇരുമ്പ് പാത്രത്തിൽ ഇരുമ്പിനെ വലിച്ചെടുക്കും. അതാണ്. അപ്പോൾ ഇത് കൊണ്ടിട്ട് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഗുണം എന്ന് പറയുന്നത് കംപ്ലീറ്റ് നമുക്ക് ഇതിൻ്റെ അയൺ കിട്ടും അല്ലേ. അപ്പോൾ അത് നമ്മൾ, ഈ ദോഷം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അയണായിട്ട് ചേരുമ്പോൾ അവിടെ ഓക്സിഡേഷൻ നടക്കും, കെമിക്കൽ റിയാക്ഷൻ നടക്കും, അതാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇത് അകത്തേക്ക് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ കൂടുതൽ നേരം വെക്കരുതെന്ന് പറയും. ഇപ്പം ചീനച്ചട്ടിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ മെഴുക്കുവരട്ടി, തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന്, പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ ചീനച്ചട്ടി. അപ്പോൾ കാരണവന്മാർ പറയും ഇരുമ്പ് സത്ത് നല്ലതാന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഈ ഇരുമ്പ് പാത്രത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിന് മാറ്റാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇതുണ്ടാക്കുമ്പോൾ, അതായത് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളത് ഇരുമ്പ് പാത്രത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല കേട്ടോ. ഇത് അതുപോലെ തന്നെ അതിൽ നമ്മൾ ബീട്രൂട്ട് മാത്രമല്ല, നമ്മളതിൽ നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും എല്ലാം കൂടി, ബീട്രൂട്ട് ജ്യൂസാണ് എടുക്കുന്നത്, ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റും കേട്ടോ. ഉടനെ തന്നെ തലയിൽ തേക്കുന്നുണ്ടല്ലോ, നമ്മൾ ഇത് ഓവർനൈറ്റ് വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് പേടിക്കാനില്ല കേട്ടോ. പാക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം, തലയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഒരുവിധം സംശയങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിക്കട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, പറഞ്ഞുതരാം. പിന്നെ ഈ ഉലുവ ഉണ്ടല്ലോ, ഉലുവ മുടി വളരാൻ വളരെ നല്ലതാണല്ലോ. അപ്പോൾ ഉലുവ നമുക്ക് സാധാരണ നമ്മൾ പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അന്നന്ന് ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കാം. കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ 1-2 സ്പൂൺ ഉലുവ, ഞാൻ അതൊരിക്കൽ വീഡിയോയിൽ എൻ്റെ പഴയ, എനിക്ക് വേറൊരു ചാനലുണ്ട് മായാമേന, കുറച്ച് പേർക്ക് അറിയാതെ, അപ്പം അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ 1-2 സ്പൂൺ ഉലുവ ഇടുക അതിൽ. എന്നിട്ട് അതിൽ 2-3 തുള്ളി ആവണക്കെണ്ണ ഒഴിച്ചു വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ അത് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് കുളിക്കുന്നതിന് മുമ്പ് ആ വെള്ളം തല തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഈ തല തേക്കുമ്പോൾ തണുപ്പ് പറ്റുന്നില്ല എന്നുള്ളവർ ഒരു കാര്യം ചെയ്താൽ മതി. ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കാം. തലേ ദിവസം വെള്ളത്തിൽ വെച്ച് കുതിർത്തി എടുത്തിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളം കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് തലോട്ടിയിലും മുടിയിലൊക്കെ തേച്ചിട്ട് വെയിറ്റ് ചെയ്യണ്ട, ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഒരു 5 മിനിറ്റ് ആ തേക്കാനുള്ള സമയം അത് മതി. എന്നിട്ട് മുടി വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്തിട്ടും മുടിയുടെ ഊരിപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു നല്ല റിസൾട്ടാണ്. അവർക്ക് ഈ കോൾഡ് കാരണം തലയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ഇതേപോലെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അങ്ങനെ ഡെയിലി മിക്കവാറും ആഴ്ചയിൽ 3-4 പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്യും. നമ്മൾ ഈ ഉപയോഗിച്ച ഉലുവ 2 ദിവസത്തേക്ക് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ. ഇന്ന് ഒഴിഞ്ഞു വെക്കുന്ന ഉലുവ എടുത്തിട്ട് പിറ്റേ ദിവസം നമുക്ക് വേണമെങ്കിൽ കുതിർത്തി ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. കഞ്ഞിവെള്ളത്തിലോ കാടിവെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ നമുക്ക് ഇതുപോലെ ഉലുവ കുതിർത്തിയിട്ട് തേക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ 2-3 തുള്ളി ആവണക്കെണ്ണ നല്ലതാണ് കേട്ടോ. ആവണക്കെണ്ണ ഇതുപോലെ ഇടയ്ക്ക് തേക്കാം. മുടി നല്ല കട്ടിയായിട്ട് വളരും. മുടി കൊഴിച്ചിൽ കുറയും. ആവണക്കെണ്ണ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് സംശയമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ കുറേ സംശയങ്ങൾ ഉണ്ട്. അത് ഞാൻ എൻ്റെ പഴയ വീഡിയോ ഉണ്ട്, അതിൽ നോക്കിക്കോളൂ കേട്ടോ. ആ വീഡിയോയിൽ ഒരുപാട് ഞാൻ എങ്ങനെയാണ് മുടിയുടെ വരണ്ടിരിക്കുന്ന മുടി എങ്ങനെ നമുക്ക് ഇത് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്കൂ കേട്ടോ. കാണാത്തവർ പഴയ വീഡിയോ എടുത്ത് നോക്കൂ. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ അതിലുണ്ട്, നിങ്ങൾക്ക് അത് മാറ്റിക്കിട്ടും കേട്ടോ. ഈ പാക്കൊക്കെ തേച്ച് ഉഷാറാവാം കേട്ടോ. മിക്കവാറും ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ജെല്ലുകളായിട്ടൊക്കെ അപ്ലൈ ചെയ്യാം. വെള്ളം ധാരാളം കുടിക്കുക. മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. ഇതുപോലെ എപ്പോഴും കെയർ ചെയ്തുകൊണ്ടേയിരിക്കാം മുടി. അപ്പോൾ ഈ പറഞ്ഞ വണ്ണം എല്ലാവരും ശ്രദ്ധിക്കാം മുടി. അപ്പോൾ നാളെ ഒരു ടിപ്പുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലവരെ.